Hi guys. Welcome to my channel. Welcome to our channel. Okay. Assalamualaikum. ഞാൻ എന്തെങ്കിലും പറയണ്ട എനിക്ക് ഓക്കെ ബാക്കി പറയും ഇതെല്ലാം പറയണ്ട ഒന്നും പറയാനല്ലോ. നമ്മൾ വന്നിട്ടുള്ളതൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. ഞാൻ മാക്സിമം ക്യാമറ സെറ്റിങ്ങും ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കാൻ പഠിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു പാർട്ടി ഗസ്റ്റ് ലുക്ക് ആണെങ്കിൽ അങ്ങനെയും പറയാം. മെയിൻലി ഞാൻ ഐ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ ഐ ഷാഡോ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതിൽ മാക്സിമം ഫൗണ്ടേഷൻ ഐ ഷാഡോ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് ഹെവി ഒരു ലൈറ്റ് ഹെവി ആയിട്ട് എന്താണുള്ള ഒരു മേക്കപ്പ് വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്യുന്നത് നമ്മളെ ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ സെറം ഉണ്ട് ലോറിയൽ പാരസിൻ്റെ. അയ്യോ ബ്രൈറ്റ്നസ് കൂടിപ്പോയല്ലോ. ലോറിയലിൻ്റെ അതുണ്ട്, അത് ആ സിറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ നൈറ്റ് കെയർ സ്കിൻ കെയറിൽ ഞാൻ യൂസ് ചെയ്തിരുന്നതാണിത്. അപ്പോൾ ഞാൻ ഇത് മേക്കപ്പിൻ്റെ അടിയിൽ നമുക്ക് ബേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്ന ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് എങ്ങനെ ഉണ്ടാവും ഇത് അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പ് ഉണ്ടാവുക എന്നുള്ളത് കേട്ടോ. ഞാൻ ഓൾറെഡി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഷാള് മാത്രം ഇടാത്തുള്ളൂ. ബാക്കി ഈ ഡ്രസ്സിലാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. ഞാൻ രാത്രി റിവ്യൂ പറയാൻ അത്ര ആയിട്ടില്ല. ഞാനൊരു 1 വീക്കിൻ്റെ മേലെ എന്തായാലും ഞാൻ അത് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം എനിക്ക് കുറേ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറയാൻ വേണ്ടിയിട്ടാണ്, ലൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സത്യം പറഞ്ഞത് വാങ്ങിച്ച്. അപ്പോൾ ആ സെറം യൂസ് ചെയ്തു. ഞാൻ അങ്ങനെ മേക്കപ്പിൻ്റെ അടിയിൽ സെറം ഒന്നും ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഇതെങ്ങനെ ഉണ്ടാവും നോക്കാം. അടുത്ത മോയ്സ്ചറൈസറാണ് ഞാൻ തേക്കുന്നത്. ഡെർമാക്കോൾ എന്തോ ഒരു വീഡിയോ എടുക്കുമ്പോൾ എന്തൊരു പറ്റുന്നില്ല, എന്താണ് ഓക്കെ. അടുത്തത് മോയ്സ്ചറൈസറാണ്. ഞാൻ പറഞ്ഞ കേൾക്കുന്നു. ഇത് ഞാനിപ്പോൾ നാട്ടിലില്ല, ഞാൻ ഒമാനിലാണുള്ളത്. അപ്പോൾ അവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സാധാ പോൺസിൻ്റെ ആയിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ മാറ്റിയതാണ്. ഇവിടെ കുറച്ചും കൂടി ഡ്രൈ ആണ് സ്കിന്ന്. അപ്പോൾ ഇത് ഈ ഡെർമാക്കോൾ കുറച്ച് ഓയിലി ആക്കി വെക്കുന്നുണ്ട് ഫേസ്. ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട് ഫേസ്. അപ്പോൾ ഇത് നാട്ടിൽ തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഒറ്റ നല്ല കുരു വരും മിക്കവാറും മുഖത്ത്. പക്ഷേ ഇതിവിടെ ആയതുകൊണ്ട് കണ്ണൊക്കെ വിട്ടുക്കണം, ഉറക്കം കൂടുതലുണ്ടോ തോന്നുന്നു. ഓക്കെ, മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. അടുത്ത സൺസ്ക്രീന്. ഞാൻ പറഞ്ഞത് എന്തോ എനിക്ക് തന്നെ സംസാരിക്കണത് എന്തോ എവിടെയോ തകരാറുണ്ട്. ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കാറ്. എനിക്ക് ജലദോഷം കഫക്കെട്ടൊക്കെയാണ്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സൺസ്ക്രീൻ തേക്കുന്നുണ്ട്. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. നാട്ടിൽ നല്ല ചൂടാണ് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോൾ മഴ പെയ്തെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നല്ല ചൂടാണ്. ഞാൻ സത്യം പറഞ്ഞിട്ട് ഞാൻ എവിടേക്കും പോകണില്ല, വെറുതെ മേക്കപ്പ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. സൺസ്ക്രീൻ അപ്പോൾ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നല്ല പിമ്പിൾസും പിമ്പിൾ മാർക്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ ഫുഡിൻ്റെ ആയിരിക്കും. നല്ല ചിക്കനും കാര്യങ്ങളൊക്കെ നന്നായി കഴിക്കുന്നുണ്ട്, അതിൻ്റെ ആയിരിക്കും. അപ്പം ഞാനിവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഡാർക്ക് സ്പോട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാർക്ക് ഷെയ്ഡുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൺസീൽ ചെയ്ത് നോക്കാം. ആക്ച്വലി എൻ്റെ ഷെയ്ഡല്ല, ബാബിയുടെ ഷെയ്ഡാണ്. അങ്ങനെ കൺസീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടല്ല സ്റ്റോറേജ് ഇഷ്യൂസ്. കൊള്ളാല്ലേ? ഇത് മെബലിൻ്റെ ആണ് കേട്ടോ. മെബലിൻ്റെ കൺസീലറാണ്. ഇഷ്ടപ്പെട്ടു. ഓക്കെ, സെറ്റ്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഫിറ്റ്മിയുടെ തന്നെ മെബലിൻ ഫിറ്റ്മിയുടെ എന്താ പറയുക ഫൗണ്ടേഷൻ. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല. BB ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യലാണ് പണി. നമുക്കിതിൽ ചെയ്ത് നോക്കാം. കുറച്ച് ഹെവി ലുക്കല്ലേ ചെയ്യണേ. നമുക്ക് കുറേ പറ്റിയോ സീന്. അയ്യോ ഇത്രയൊന്നും വേണ്ട ശരിക്കും. നമ്മൾ ഓ മൈ ഗോഡ്
ഡ്രസ്സില്ല. അയ്യോ, ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചിരുന്നോണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്നുണ്ട്. കൊള്ളാല്ലേ? നല്ല ജലദോഷം, കഫക്കെട്ട് എല്ലാം ഉണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം കവർ ഞാൻ വിചാരിച്ചു ഭയങ്കര പുട്ടിയടിച്ച പോകണം, പക്ഷെ അങ്ങനെയൊന്നുമില്ല, അടിപൊളിയാണ്. ഇനി അടുത്ത ലാക്മിയുടെ ലൂമി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് വെച്ചാൽ മതിയായിരുന്നു, പക്ഷെ അത് അത്രയും പഫ് വന്നപ്പോൾ ഞാൻ പിന്നെ മറന്നുപോയി. എനിക്കിങ്ങനെ എപ്പോഴും ഗ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു ഓയിലി ടച്ച് ഉള്ളതാണ് എനിക്കിഷ്ടം. അതാണ് ഞാനിത് ഇത്രയും യൂസ് ചെയ്യണത്. നമ്മൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ണായിരിക്കും. ഐ മേക്കപ്പ് ആണെന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പാടില്ല. പലർക്കും പല ഓർഡർ ആയിരിക്കും, ഐബ്രോ ചെയ്തിട്ട് പിന്നെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നവരുണ്ട്. എനിക്കങ്ങനെ ഓർഡറൊന്നുമില്ല, ഞാനങ്ങനെ ചെയ്യലാണ്. അപ്പോൾ അടുത്ത ബ്ലഷ്, ഞാൻ ബ്ലഷിൻ്റെ യൂസ് ചെയ്യുന്ന ബ്ലഷ് അല്ല, സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ക്രയോണാണ്, ലിപ് ക്രയോണ്. ഞാൻ ഇപ്പോൾ അടുത്ത് പഠിച്ച ഷെയ്ഡാണ്. അപ്പോൾ അതിടാൻ വിചാരിച്ചു. ഇവിടെ നിന്ന് ഞാനിങ്ങനെ കൂടുതൽ ബ്ലഷ് ഇടാൻ തുടങ്ങി കേട്ടോ. നാട്ടിൽ ബ്ലഷൊക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ എനിക്കെന്തോ എല്ലാവരും ഇങ്ങനെ നോക്കാൻ പോകും. ഇവിടെ എല്ലാവരും നല്ല അത്യാവശ്യത്തിന് ബ്ലഷ് ഇടാറുണ്ട്. ഇവിടെ ആരും തന്നെ പേടിക്കരുത്, ഇത് ബ്ലെൻഡ് ആവും. ഇപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇടുമ്പോൾ ഭയങ്കരമായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ കുറച്ച് സെറ്റായില്ലേ. നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് കോമ്പാക്റ്റാണ്. കോമ്പാക്റ്റ് ഫിറ്റ്മിയുടെ മെബലിൻ്റെ കോമ്പാക്റ്റ് ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ശരിക്കും ഹൈലൈറ്റിന് യൂസ് ചെയ്തിരുന്ന എന്താ പറയുക ഇതുണ്ടായിരുന്നു, ഹൈലൈറ്റർ ഐ ഷാഡോ ഉണ്ടായിരുന്നു, പക്ഷെ അത് നാട്ടിലാണ്. അതിട്ട് ഞാൻ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും ലാസ്റ്റ്. ഞാൻ മുന്നത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഹൈലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അത്. അപ്പോൾ ഫേസിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, ഐബ്രോ ഫിൽ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അടുത്ത നമ്മൾ ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യാൻ നമ്മൾ ആദ്യം ഈ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ബ്ലഷിന് വേണ്ടിയിട്ട്, അതൊന്ന് നൈസായിട്ട് അപ്ലൈ ചെയ്യാണ്. നോക്കാം, ജസ്റ്റ് ട്രൈ ചെയ്യാൻ കേട്ടത്. ഞാൻ മുന്നേ അതുപോലെ ഞാൻ ചെയ്തിട്ടില്ല. ആയില്ലേ. അപ്പോൾ ഐ ഷാഡോ ഇടാൻ പോവാണ്. ആക്ച്വലി ഇത് ഞാൻ ആദ്യം എന്താ പറയുക, ലിപ്സ്റ്റിക്ക് നമ്മൾ ബ്ലഷിന് വേണ്ടി യൂസ് ചെയ്ത ലിപ്സ്റ്റിക്കാണ് കണ്ണിൽ തെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ഐ ഷാഡോ പാലറ്റ്, നല്ല ഹൈലൈറ്റർ, ബ്ലഷ്, ഐ ഷാഡോ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഈ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണത്. ഞാൻ ഒരു സ്മോക്കി ഐസാണ് ഉദ്ദേശിക്കുന്നത്, ആയാൽ മതിയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ഗ്ലിറ്ററി ഷെയ്ഡുള്ള ഒരു പിങ്കിഷ് കളറുണ്ട്, അത് ഇടാൻ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, കാണാനില്ലല്ലോ. ഫിംഗർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റാണ്. ഓക്കെ, അടുത്തത് പ്ലമ്മിൻ്റെ ഐ പെൻസിൽ. ഓഫ്, ഷാർപ്പ് ചെയ്തിട്ടില്ല, അത് ഞാൻ കാണിച്ച് ഷാർപ്പ് ചെയ്യുന്നത്, കാരണം ഒന്ന് ഡാർക്ക് ഷെയ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മേലെ ഇക്കാർക്ക് അതകളി പോലെ ആവുന്ന തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച ഗൈസ്, ഞാൻ സ്മോക്കി ഐസാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു. നമുക്ക് നോക്കാം, നമുക്ക് റബ്ബ് ചെയ്തെടുത്ത് നോക്കാം. ആയാ
ചിരി വരുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. ഇത് കാണുമ്പോൾ ചേച്ചി കുറേ കഴിഞ്ഞിട്ട് പരക്കുന്ന പോലെ ഉണ്ട്. അതൊക്കെ തന്നെയാണ്. ഓക്കെ, നമുക്ക് ഒന്നും കൂടി ബ്രഷ് ചെയ്തിട്ടേ ഐ ഷാഡോ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഗോൾഡൻ ഷെയ്ഡില്ലേ, അത് ചിലപ്പോൾ ഈ ആ ബ്ലാക്കിൻ്റെ മേലെ ഗോൾഡൻ ഷെയ്ഡ് എന്നാൽ രസം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അങ്ങനെ ജസ്റ്റ് അണ്ടറിൽ കുറച്ച് ഒരു ലൈന് ഇന്നർ ലൈന് കൊടുത്തിട്ടുള്ളൂ. അടുത്ത നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ശരിയാക്കാം. അടുത്ത ഞാൻ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വിങ് ഐലൈനറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സക്സസ് ആവില്ല നോക്കാം. ഓക്കെ ഗൈസ്, അയ്യാ സോറി ഗൈസ്. ഓക്കെ, പിടിച്ചോനെ. ഇതിൽ നോക്കി വരക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. എന്ത് ചെയ്യും, നോക്കി നോക്കാം. ഓക്കെ, ആദ്യം മനസ്സിലായില്ലേ? ആദ്യം മേലക്കിടുക, പിന്നെ അത് ഫില്ല് ചെയ്യുക. ഇനി നമ്മളത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ട് വരക്കും. ഓക്കെ, ഇതിൽ വരച്ചു. ആദ്യം മേലക്ക് കിട്ടുക, അത് ഇങ്ങനെ കൊണ്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, പിന്നെ ശ്രദ്ധിക്കേണ്ടെന്നറിയാം, ഇവിടെ എത്തിക്കഴിഞ്ഞാലേ നിങ്ങൾ നിർത്തരുത്. കുറച്ച് ഇങ്ങോട്ട് ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്തിട്ട് ചിരിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ല, ഈ ഒരു സാധനം ഞാൻ ഉദ്ദേശിച്ചിട്ടോ. നമുക്കിത് കൂടി സെറ്റാക്കാം. അതിൻ്റെ ഇടെ ഇക്കാക്ക ജ്യൂസ് തുറന്ന്, അപ്പോൾ അതവിടെ പോയി. അപ്പോൾ നമ്മളവിടെ എത്തി. ഓക്കെ, ഐലൈനർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, അടിയിൽ ഓക്കെ സെറ്റ്. ഓഹോ, അടുത്ത നമ്മൾ എന്ത് ചെയ്യും? അടുത്താണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണത്. നിങ്ങൾ ആരും ജലദോഷമൊക്കെ ഉള്ളപ്പോൾ ഷേക്ക് ഒന്ന് കുടിക്കരുത്. ഓക്കെ, പക്ഷെ എനിക്കിഷ്ടമാണ്. ഗോൾഡൻ്റെ ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നോസിലിട്ട് കൊടുക്കാം. ലിപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ആൻഡ് ചീക്കിലിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കണ്ടോ? അവിടെ ഭാബിയാണ്. ഓക്കെ, അങ്ങനെ ഒരുവിധം കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്ര കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നിൽക്കുന്നത് മനസ്സിലായി. ഞാൻ കുറേ എഫേർട്ട് എടുക്കണം വിചാരിച്ചു, പക്ഷെ ഇത്രയും പറ്റുന്നുള്ളൂ, ഇത്രയൊക്കെ ചെയ്യാൻ അറിയുള്ളൂ. അപ്പോൾ അല്ല, മസ്കാര ഇട്ടില്ല. ഞാൻ ആലോചിച്ച എന്തോ ഒരു കുറവുണ്ടല്ലോ ഗൈസ്. മസ്കാര ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, മാസിൻ്റെ മസ്കാരയാണ്. മാസില ഇപ്പോൾ ഏകദേശം ശരിയല്ലേ കണ്ണ്? കുടിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്, ലിപ്സ്റ്റിക്കാണ്.
അല്ല ജലദോഷം. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഫസ്റ്റ് ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്, നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര എടുത്ത് കാണിക്കുന്ന ഷെയ്ഡാണ്. കണ്ടോ, ആരും തന്നെ പേടിക്കരുത്. ഈ ലിപ് ക്രയോണിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആട്ടോ, ഈ ഏരിയയിലൊക്കെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സെറ്റ്. അടുത്ത ഞാൻ ആ ഫസ്റ്റത്തെ ലിപ് ഷെയ്ഡ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഡാസ്ലറിൻ്റെ ചെറിയ 80 രൂപ ഉള്ളൂ. ആ 25 ഷെയ്ഡില്ല, അത് തന്നെയാണ്. പക്ഷെ അത്ര ഡാർക്കല്ല. ഓക്കെ, അങ്ങനെ നമ്മൾ ഫൈനൽ സ്റ്റേജും കഴിഞ്ഞു. ഞാനേ കുറച്ച് ലിപ് ബാം ഒന്ന് ടച്ച് ചെയ്തു. നമ്മുടെ ലിപ് ബാം നമുക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ തേക്കുമ്പോൾ ലിപ്സ്റ്റിക്ക് പോകും. പക്ഷെ അതൊന്നും ഞാൻ വല്ലാണ്ട് ഇട്ടില്ല. ജസ്റ്റ് ഇത് കുറച്ച് ഷിമ്മറി ഷെയ്ഡുള്ള ഡോട്ട് ആൻഡ് കീയുടെ ആണ്. അത് ജസ്റ്റ് ഞാനൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഭയങ്കര ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം ലിപ് ഗ്ലോസ്, അതാണ് ലിപ് ഗ്ലോസ് യൂസ് ചെയ്യുന്നത്. ലിപ് ഗ്ലോസ് എൻ്റെ അടുത്തില്ല. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ മേക്കപ്പ്. ഞാൻ എന്തെങ്കിലും നമുക്ക് ഇയറിങ്സ് ഒക്കെ ഒന്ന് മാറ്റാം. ഓക്കെ, നാളേക്ക് ചുക്ക് കെട്ടാലോ. ചുക്ക് വഴിയാണോ അല്ലേ? അപ്പോൾ ഏതാ വഴി? ചുക്ക് സ്പൂണാക്കിയാലോ. എല്ലാം വഴിയുണ്ട് ആക്ച്വലി. നമുക്ക് ചുക്കടാം. ഇതാണ് ഭംഗി, മുഖത്തിന് ഇതാ ഭംഗി തോന്നുന്നു. പക്ഷെ ഡ്രസ്സിന് ആർഭാടായ കുറച്ചാണ്. അപ്പം ഇതാണ് ഫൈനൽ ലുക്ക്. കുറച്ച് ആർഭാടൊക്കെ ചെയ്തത് തന്നെയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറയുന്നത് എങ്ങനെ വീഡിയോ അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ.